ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ സിമ്പിൾ വ്ലോഗ്സ് ആൻഡ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെ പെട്ടെന്നൊരു ക്യാപ്പച്ചിനോ ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, കുറച്ച് ചൂടുവെള്ളം, പിന്നെ പഞ്ചസാര, പിന്നെ തിളപ്പിച്ച പാല്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. ഇതുപോലത്തെ ഒരു മഗ്ഗിലോ കപ്പിലോ നിങ്ങളുടെ വീട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഇടുക. അത് കണക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര, അതിപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം, മധുരം അനുസരിച്ച്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് വളരെ കുറച്ച് ചൂടുവെള്ളം, ഒരു ടേബിൾ സ്പൂണോളം ആദ്യമേ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ചൂടുവെള്ളം പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓക്കെയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ട. ഇതുപോലെ നമ്മൾ നല്ല കണക്ക് ബീറ്റ് ചെയ്യണം. നല്ല കണക്ക് ശരിക്കും ഒരു ക്രീമി ടെക്സ്ചർ വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്നതൊക്കെ എന്ന് വെച്ചാൽ അവരൊരു മെഷീനിലിട്ടാണ് ശരിക്കും ബീറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് മെഷീനൊന്നും ഇല്ലാത്ത കാരണം വീട്ടിലൊന്നും മെഷീനൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള രീതിയിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു ക്യാപ്പച്ചിനോ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, നമ്മളപ്പോൾ ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ഉണ്ടോ, ഇത് കണക്കാക്കണം. ഇത് കണക്കാക്കി ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച പാല്, നമ്മുടെ ബീറ്ററില്ലാത്ത കാരണം ഇത് കണക്കൊരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ഒരു ചില്ലിൻ്റെ ഒരു കുപ്പി എടുക്കുക. കാരണം പ്ലാസ്റ്റിക്കിലിട്ട് കഴിഞ്ഞാൽ ഉരുകിപ്പോവും. അതുകൊണ്ടാണ് തിളച്ച പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ തിളച്ച പാല് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. ഓക്കെ, എന്നിട്ട് നല്ല കണക്ക് നമ്മൾ അടച്ചിട്ട് നല്ല കണക്ക് ഷേക്ക് ചെയ്യണം. ഏറെക്കുറെ ഇത് കണ്ടോ, ഇത് കണക്ക് പതയായിട്ട് വരണം, എന്നാലേ നമുക്ക് ആ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഉണ്ടാക്കിയ പാല് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകണം. ആ മറ്റേ ഇൻസ്റ്റൻറ്റ് കോഫി ബാറ്റർ. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ നേരത്തെ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് പാലിങ്ങനെ പയ്യെ ഒഴിച്ച് അടിപൊളി കണ്ടോ. നമ്മുടെ കോഫി ഷോപ്പിൽ പോയി 200-400 രൂപയും കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ ക്യാപ്പച്ചിനോയാണ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള സംഭവം വളരെ ഈസി റെസിപ്പിയാണ്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്ത് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമില്ല, ഒരു ഭംഗിക്ക്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ക്യാപ്പച്ചിനോ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കണക്കിരിക്കും. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.